അരക്കീര എന്ന ചീരയെപ്പറ്റി കൂടുതലായിട്ട് കേട്ടിട്ടില്ല. കാരണം അരക്കീര നമ്മുടെ നാട്ടിൽ അത്രയധികം പ്രചാരത്തിലില്ല എന്ന് തന്നെയാണ്. എങ്കിലും രുചിയിലും പോഷക ഗുണത്തിലും മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ കുഞ്ഞൻ ചീര. നമ്മുടെ സാധാരണ ചീരയെപ്പോലെ അധികം വളരില്ല ഇത്. അതുപോലെ ചെറിയ കുഞ്ഞ് പച്ച ഇലകളും തണ്ടുമാണിതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തുകൾ വളരെ ചെറുതാണ്. നമ്മുടെ സാധാരണ ചീരയുടേതിനേക്കാൾ വളരെ ചെറുതാണ് ഇതിൻ്റെ വിത്തുകൾ. അപ്പോൾ തമിഴ്നാട് പോലെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അരക്കീര കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളവ് നമ്മുടെ വിപണികളിലും എത്താറുണ്ട്. അതുവഴി നമുക്കും കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇത് അത്ര അധികമായിട്ട് ഇവിടെ പ്രചാരത്തിലില്ല. അപ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ട് വിത്തുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കും അരക്കീര സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ ഒരു അരക്കീര വിത്ത് കിട്ടിയത് ചെന്നൈയിലുള്ള ഒരു സുഹൃത്ത് വഴിയാണ്. അപ്പോൾ വിത്ത് കിട്ടിയിട്ട് തന്നെ 5-6 വർഷത്തോളമായി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആ വിത്തിട്ട് മുളച്ചൊക്കെ വന്നിട്ട് 1-2 പ്രാവശ്യം തോരനൊക്കെ ഉണ്ടാക്കി. പിന്നെ ആ വിത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ അതിനുശേഷം ഈ വർഷമാണ് ഞാനത് പിന്നെയും വിത്തിട്ടത്. അപ്പോൾ വിത്തിട്ട് സാധാരണ ചീരയുടെ കൂടെ തന്നെ വിത്ത് 2 ചീരയും ഒരുപോലെ തന്നെ വളർന്നു വന്നു. അപ്പോൾ നമ്മുടെ നാടൻ ചീര അപ്പോൾ അതിൻ്റെ നന്നായിട്ട് വളർന്നു വന്നു. ഈ ഒരു അരക്കീര അത് ഏതാണ്ട് 1 അടി പൊക്കത്തിലൊക്കെ വളർന്ന ചെറിയ ഇലകളുമായിട്ട് ചെറിയ പച്ചത്തണ്ട് ഒക്കെയാണിതിന്. അപ്പോൾ എത്ര വളർന്നാലും ഈ ഒരു വളർച്ച മാത്രമേ ഇതിന് കാണൂ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിന് അത് പൂവിടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല രുചി. അപ്പോൾ കൂടുതലായിട്ട് ഞാനതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പോഷക ഗുണമുള്ള ചീരയാണെന്ന് കൂടി കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി വിത്തിടാമെന്ന്. അങ്ങനെ ഞാൻ പിന്നെയും വിത്തിട്ട് അത് പിന്നെയും മുളച്ച് വന്നു. ഇനി അതിനെ കുറച്ച് വളമൊക്കെ ഇട്ടൊന്ന് ഉഷാറാക്കിയെടുത്ത് കുറച്ചുകൂടി വിത്ത് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ വിത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കിനിയിപ്പോൾ അടുത്ത വർഷം വേണമെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. ആ വിത്ത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ വളരെ രുചികരമാണ്. അതുപോലെ വളരെ പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്കതിനെപ്പറ്റി കൂടുതൽ വ്യക്തിപരമായിട്ട് അറിയില്ല. എങ്കിലും അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ സാധാരണ ചീര വളർത്തുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ചീര വളർത്തിയത്. ആദ്യം വിത്തിട്ട് സാധാരണ ചീരയുടെ കൂടെ തന്നെ വിത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വിത്തിട്ടത്. പിന്നെ മുളച്ച് വന്ന് അപ്പോൾ അതേ കെയറിങ് തന്നെയാണ് ഇതിനും കൊടുത്തത്. അപ്പോൾ എന്തായാലും നമുക്കും ഈ അരക്കീര നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒന്ന് വളർത്തി നോക്കാം. കാരണം നല്ലത് എന്ത് തന്നെയായാലും അതിനെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കും ചെയ്യാനുള്ളത്. അപ്പോൾ ഇതും നമ്മുടെ ഒരു അടുക്കളത്തോട്ടത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം.